നമസ്കാരം, റിയൽ ന്യൂസ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ 54ാമത് വാർഷികവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. വട്ടോളി ബസാറിൽ സംഘടിപ്പിച്ച പരിപാടി എ ബാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ പാക് യുദ്ധത്തിന്റെ 54ാം വാർഷികവും പൊതുസമ്മേളനവും വട്ടോളി ബസാറിലെ വിമുക്ത ഭവന് സമീപം സംഘടിപ്പിച്ചത്. മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. ബിന്ദു രാധാകൃഷ്ണൻ പ്രാർത്ഥന നടത്തി. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. KSESL സ്റ്റേറ്റ് ഗവേണിംഗ് കൗൺസിൽ മെമ്പർ എ ബാലൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കട്ടെ. നമ്മൾ പാകിസ്ഥാനുമായിട്ട് 4 യുദ്ധമാണ് നടത്തിയിരിക്കുന്നത്. 1947, 65, 71, 99. അതിൽ ഏറ്റവും വലിയ യുദ്ധം ആയിട്ട് കണക്കാക്കുന്നത് 71 ഇൻഡോ പാക് വാറാണ്. ഈ യുദ്ധത്തിന് കാരണം അവിടെ പാകിസ്ഥാനിൽ, കിഴക്കൻ പാകിസ്ഥാനിലും പടിഞ്ഞാറൻ പാകിസ്ഥാനിലും 70ൻ്റെ അവസാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്. അതിന് നേതൃത്വം കൊടുത്തത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സുൽഫിക്കാർ അലി ഭുട്ടോ, കിഴക്കൻ പാകിസ്ഥാനിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. ഷെയ്ഖ് മുജിബുർ റഹ്മാന് 300-ൽ പരം സീറ്റുകൾ ലഭിച്ചപ്പോൾ സുൽഫിക്കാർ അലി ഭുട്ടോ നിരാശനാവുകയും അദ്ദേഹം അന്ന് പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ജനറൽ യഹിയ ഖാനെ പിടിച്ചിട്ട് കിഴക്കൻ പാകിസ്ഥാനിൽ പട്ടാളത്തെ കൊണ്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. KSESL ബ്ലോക്ക് പ്രസിഡന്റ് AK അശോകൻ അധ്യക്ഷനായി. 1971 ഡിസംബർ 3 ഇന്ത്യൻ എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിച്ചതോടെ ആരംഭം കുറിച്ച ഈ യുദ്ധം വെറും 13 ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. ഓപ്പറേഷൻ ചിങ്കിസ് ഖാൻ എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിൽ ഇന്ത്യ പാക് സൈന്യങ്ങൾ പ്രധാനമായും ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലും ആണ് ഏറ്റുമുട്ടിയത്. 1971 ഡിസംബർ 16 കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ കിഴക്കൻ സൈന്യ നേതൃത്വം ഒപ്പുവെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ എന്നറിയപ്പെടുന്ന ഉടമ്പടിയോടുകൂടി യുദ്ധത്തിന് വിരാമമായി. ബാലുശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി TC അഹമ്മദ് കുട്ടി, ബാലുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് നഫീസ അഹമ്മദ്, ബാലുശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് M ശശിധരൻ നായർ, പനങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് K രാമദാസൻ, ഉണ്ണിക്കുളം യൂണിറ്റ് പ്രസിഡന്റ് PM മോഹനൻ, നന്മണ്ട യൂണിറ്റ് പ്രസിഡന്റ് മുരളീധരൻ നായർ, കൂട്ടാലിട യൂണിറ്റ് പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ, ബാലുശ്ശേരി ബ്ലോക്ക് ട്രഷറർ K ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.